ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അപ്പം ഞാനിപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. യൂണിഫോം അടുത്ത ആഴ്ച കിട്ടുള്ളൂ. അപ്പം കളർ ഡ്രസ് ഇട്ടാണ് 2 ആഴ്ച പോകേണ്ടത്. ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത്. സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് മാത്രല്ല നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു വീഡിയോ ആണിത്. കാരണം കൂടെ പറഞ്ഞോ. കാരണോ എന്താണെന്നും കൂടെ എന്താണെന്നല്ലേ, ഞാൻ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോണത്, ബസ് കയറുന്നത് വരെ വീഡിയോ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാന് സ്കൂളിലേക്ക് എത്തുന്ന വരെയുള്ള വീഡിയോ ഉണ്ടാവും. കാരണം ഞാൻ ഈ വ്ളോഗ് എടുക്കണ ഫോണ് കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ എങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ അതൊക്കെ വീഡിയോ എടുക്കണതാണ് ഗൈസ്. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് മടിയുണ്ട്. കാരണം ബസ്സിലൊക്കെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. അപ്പം അവരുടെ മുന്നിൽ നിന്ന് ലൈൻ ബസ്സിനാണ് പോണത്. ഫ്രണ്ട്സ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. പുട്ടും ചെറുപയർ കറിയാണ് ഗൈസ്. ഇതുപോലെ കണ്ടാലൊരു അമ്മമ്മയാണ് ഉണ്ടാക്കിയത്. അമ്മമ്മ രാവിലെ അച്ചാർ ഉണ്ടാക്കാട്ടോ. മാങ്ങ വാങ്ങി ചരക്കിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്. അമ്മമ്മ ഇന്നലെ പോകാൻ വന്നതാണ് ഗൈസ്. കഴിഞ്ഞിട്ട് പോവാം. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്കൂളാണ് ഗൈസ്. പിന്നെ ക്ലാസ് ടീച്ചറൊക്കെ നല്ല ക്ലാസ് ടീച്ചറാണ്. നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് എല്ലാ ടീച്ചേഴ്സും. പിന്നെ ഭയങ്കര നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഓപ്പണായിട്ട് നമുക്ക് മീൻസ് അവരും ഓപ്പൺ ആയിരിക്കും, നമ്മളും ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു, അയ്യോ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ, മീൻസ് അവർ ആവശ്യമുള്ള കാര്യം വരുമ്പോൾ സ്ട്രിക്റ്റ് ആവും. അല്ലാത്തപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഗൈസ്. അപ്പം എല്ലാം നല്ല ടീച്ചേഴ്സിനാണ് ഭാഗ്യം കിട്ടിയത് ഗൈസ്. അപ്പോൾ ഞാൻ പോവാൻ ഇറങ്ങി, ലേറ്റായി. ആയോ ഫ്രണ്ട്സ്? ലേറ്റായി. 31 ബസ് വരും. 31 ഗൈസ്. ഇപ്പൊ കിട്ടും തോന്നുന്നില്ല. ബസ്സാണ് ഗൈസ്. ഗൈസ്, എന്റെ ഫ്രണ്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഫൈനലി എനിക്ക് സീറ്റ് കിട്ടി. ഗൈസ്, നിലമ്പൂരെത്തി. ഞാൻ സ്റ്റാൻഡിലാണ് ഇറങ്ങുന്നത്. ഭയങ്കര സ്പീഡ്. ഒരു സ്റ്റാൻഡ് ഇപ്പൊ കഴിഞ്ഞു. ഞാൻ നിലമ്പൂർ സ്റ്റാൻഡിലാണ് ഇറങ്ങുന്നത്. എത്താനായി. ഗൈസ്, സ്റ്റാൻഡിലെത്തി. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒപ്പം. ആൻഡ് ഞങ്ങളെ ബസ് 8:10 വരിക, സ്കൂൾ ബസ്. ഒരു മടി ഗൈസ്, 2 പേരുണ്ട്. ഞാൻ വന്ന ബസ് അതാ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം 8:10 എൻ്റെ സ്കൂൾ ബസ് വരും. അപ്പം ഞാൻ അതിൽ കയറി പോവും. ബസ്സിന് വെയിറ്റ് ചെയ്യാണ്, ബസ് വന്നിട്ടില്ല. ഫ്രണ്ട്സ്, സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് എടുക്കാൻ പറ്റൂല. ഞാൻ പുറത്ത് വരെ എടുക്കുള്ളൂ. ആൻഡ് ബസ് വരാനായി ഗായ്സ്. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ഭയങ്കര മഴ ഗായ്സ്. അപ്പൊ ഇനി ഫസ്റ്റത്തെ ബസ് പോയി സെക്കൻഡത്തെ ബസ്സിന് പോവാം ഗായ്സ്. ആ ബസ്സിന്റെ അപ്പുറത്തുള്ള ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഫൈനലി ബസ് കയറി ഗായ്സ്. ഇത് 4:20 പോവുള്ളൂ. മറ്റേ ബസ് കിട്ടിയില്ല. ഫ്രണ്ട്സ്, അമ്മയുടെ പേരതാ അവിടെ. അമ്മേന്റെ പേര് ഗൈസ്. അതിന് ബസ് ഓണാക്കുമ്പോ മിന്നും. ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട് പോയിട്ട് കുർക്കുറെ വാങ്ങിക്കൊണ്ടു. അപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തെത്തി. ആൻഡ് ഫൈനലി ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് ഗൈസ്. അപ്പം അപ്പനടുത്തേക്ക് പോകാം. സൗണ്ട് പപ്പ അവിടെ ഉണ്ട് ഗൈസ്. ചായ കുടിച്ചോണ്ടിരിക്കുന്നു. വേണ്ട, ഞാൻ കുർക്കുറെ കഴിച്ചു. ഞങ്ങള് മറ്റേ ബസ് വന്നപ്പോ അവിടെ വണ്ടി അവിടെ മറ്റേ ബസ് ഇട്ടില്ല. അമ്മേനെ ഞാൻ വിളിച്ചു. വേണ്ട, നാളെ എന്റെ ഇലക്ഷൻ റിസൾട്ട് വരും. അത് അസംബ്ലിയിൽ പറയും. ഇന്ന് സ്കൂളിന്റെ ഫസ്റ്റ് 36th ആനിവേഴ്സറി ആണ്. പായസൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, അമ്മ എന്ത് ചെയ്യും മോളും
കാറിലുണ്ടായിരുന്നു. എപ്പടി ഇരിക്കുങ്ക? നല്ല ഇരിക്കുങ്ക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വ്ളോഗൊക്കെ അടിപൊളിയായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നു കുട്ടികൾ ബസ് നിന്നെ. നമ്മള് കുട്ടികളെയും സ്കൂളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ലല്ല. ഓക്കെ, ആദ്യമായിട്ടാട്ടോ സ്കൂളിലേക്ക് ഫോണും കൊണ്ട് പോണത്. വ്ളോഗ് സൗണ്ട്. അപ്പോ എനിക്കറിയാനുള്ള ആകാംക്ഷ. ഞാൻ രാവിലെ എനിക്ക് പെരും മടിയായിരുന്നു, പക്ഷെ വൈകുന്നേരം ഫുൾ ചിരിയും കളി. ഫ്രണ്ട് വ്ളോഗ് എടുത്തിരുന്നു. ഇപ്പുറത്തെ ഒരു കുട്ടി 900K ആയതിന്റെ എങ്ങനെയാണ് ഇത്ര ഫേമസ് ആയത് വെച്ചിട്ട് അതിലവരുടെ ഫാൻസ് ഉണ്ടായതുകൊണ്ട്. റിസൾട്ട് വന്നു, നാളെ വരും. നാളെ റിസൾട്ട്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഫ്രഷ് ആയി. ഞാൻ അവിടെ നിന്ന് പപ്സ് കഴിച്ചിരുന്നു. അപ്പം എവിടുന്ന്? സ്കൂളിൽ നിന്ന്. അപ്പം എന്താ വിശപ്പില്ല. പിന്നെ മാത്രമല്ല ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് പിന്നെ 2 പീരീഡ് കഴിയുമ്പോൾ തന്നെ സ്കൂൾ വിടും ഗൈസ്. അപ്പം കഴിച്ചുകൊണ്ട് മറ്റേ ഫുഡൊക്കെ സ്കൂളിലുണ്ട് അല്ലേ? ഫുഡൊക്കെ ഉള്ളത് രാവിലെ ചായയും ബിസ്ക്കറ്റും കിട്ടും. ഇന്ന് ഒരു വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഹൈഡ് ആൻഡ് സിക്കിന്റെ ഉള്ളിൽ ക്രീമുള്ള ഹൈഡ് ആൻഡ് സിക്കിന്റെ ബിസ്ക്കറ്റ്, പിന്നെ മറ്റേ ബോർബന്റെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടെണ്ണം വെച്ച് കിട്ടും. പിന്നെ കട്ടൻ ചായ ഉണ്ട്, പാൽ ചായ ഉണ്ട്. പിന്നെ ഉച്ചക്ക് എപ്പോഴും ഞാൻ മറന്നു, ചോറും മോര് കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നെന്റെ ഫേവറേറ്റ് ആയിരുന്നു കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു. പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളില് ലഞ്ചിന്റെ കാര്യമായിട്ടോ ദേവ് പറയുന്നത്. ഇപ്പൊ ദേവ് ലഞ്ച് കൊണ്ടുപോകാറില്ല. രാവിലെ എന്താ പറയാ ടീ ബ്രേക്ക് ഉണ്ട്. അതപ്പോ ഈ പറഞ്ഞ സ്നാക്സ് വെള്ളം പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഗൈസ്. കാരണം അവിടെ നോർമൽ വാട്ടറും തണുത്ത വെള്ളവും കിട്ടുന്ന മറ്റേ ഫിൽറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് വെള്ളമൊക്കെ കുടിക്കല്. പിന്നെ ഉച്ചയ്ക്ക് കുമ്പളങ്ങ കറിയും പപ്പടവും പൈനാപ്പിൾ പച്ചടിയും മാങ്ങ അച്ചാറും പിന്നെ ഒരു അപ്പം മാരത്തൊരു സാധനവും കടലക്കറി ഉണ്ടായിരുന്നു. അത് വേണ്ടവർക്ക് എടുത്താൽ മതി. പക്ഷെ ഞാൻ കടലക്കറി എടുത്തു. പിന്നെ എനിക്ക് കടലക്കറി തിന്നണ്ടായിരുന്നു. പിന്നെ അപ്പം എന്തെയ്തെന്ന് അറിയാം, ഇവര് രണ്ടുപേരും അപ്പം എടുത്തിട്ട് ഇവർ രണ്ടുപേരും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രണ്ടുപേരും അപ്പം എടുത്തു. എന്നിട്ട് കടലക്കറി അവർ ചോറിലൊഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കടലക്കറി യൂസ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടെ, ചേച്ചി അനിയത്തിയാണ്, എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ടിൻ്റെ അനിയത്തിയും എൻ്റെ ഫ്രണ്ടുമാണ്. കടലക്കറി മുക്കി കഴിച്ച് കടലക്കറി വേസ്റ്റ് ചെയ്യില്ല ഗൈസ്. 29-ാം തീയതിയാണ് എൻ്റെ എക്സാം തുടങ്ങുന്നത്. ഫസ്റ്റത്തെ കെമിസ്ട്രിയാണ്. എന്തായാലും നല്ലോണം പഠിപ്പിച്ച് തരുന്നുണ്ട് ഗൈസ്. നല്ല ടീച്ചേഴ്സാണ്, നല്ല പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പം ചില സ്കൂളിലൊന്നും ടീച്ചേഴ്സ് 2 വട്ടമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ 3-ാമത്തെ വട്ടം പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരൂലേ. ഇത് ഞാനിങ്ങനെ ആലോചിച്ചു, 3 വട്ടവും പറഞ്ഞു, 4 വട്ടവും പറഞ്ഞു, 5 വട്ടവും പറഞ്ഞു. മിസ് ഒരേ ടോണില്, മിസ്സല്ല സാറ്, ഞാൻ പഠിപ്പിക്കണൊക്കെ സാറാ. എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ മനസ്സിലായില്ല എന്ന് പറയാൻ എല്ലാവർക്കും മടി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കണം പറഞ്ഞിട്ട് യു ഡിഡ്ന്റ് ഗെറ്റ് റൈറ്റ്, ഐ വിൽ എക്സ്പ്ലെയിൻ 1 more time എന്ന് പറഞ്ഞിട്ട് 1 more time എന്ന് പറയുമെങ്കിലും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ എൻ്റെ സ്കൂള് കാണണം എന്നുള്ളവർക്ക് ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് നമ്മളെ ഒരു സ്കൂൾ ടൂർ തന്നെ നടത്തുന്നുണ്ട് ഗൈസ്. ഒരു ലീവുള്ളൊരു ദിവസം എന്തായാലും നിങ്ങൾക്കും കാണണമല്ലോ എൻ്റെ സ്കൂള്. അപ്പം എന്തായാലും സ്കൂൾ ടൂർ നടത്തുന്നതാണ്, പ്രിൻസിപ്പളിനോട് പെർമിഷൻ ചോദിച്ചിട്ട്. അല്ലാതെ നമുക്ക് സ്കൂളിൽ ക്യാമറ അലൗഡ് അല്ല ഗൈസ്. എന്തായാലും ഞാൻ പഠിക്കട്ടെ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പഠിക്കാൻ പോവുകയാണ്. ഹിന്ദി നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി MS കൂടി പഠിക്കണം. MS-ൻ്റെ ബുക്ക് എവിടെ വെച്ച് അറിയില്ലല്ലോ, കുഞ്ഞല്ലേ വെച്ച്. ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ഓരോ പരിപാടികളാണ്. കുട്ടികൾ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നടന്ന് പഠിക്കുകയാണ്. ദേവ് ഇരുന്നും കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഓരോ നമ്മുടെ ഒഫീഷ്യൽ വർക്കുകളിലാണ്. അതർ സൈഡിന്റെ ബാക്കി എപ്പിസോഡിന് ഭാഗം ചോദിച്ച് ഒരു 1000 കമന്റുകൾ വന്നിട്ടുണ്ടാവും. അത് ഷൂട്ട് ചെയ്ത് 4-ാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 5 or 6 ഷൂട്ട് ചെയ്യും. ഞാൻ അതുകൊണ്ട് മനഃപൂർവ്വം ഗ്യാപ്പ് ഇട്ടതാണ്. 5 or 6 ഷൂട്ട് ചെയ്യാൻ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. സ്കൂൾ തുറന്നു. പിന്നെ 1-2 ആൾക്കാരുടെ ലഭ്യതക്കുറവുകൾ ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ ഡിലേ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലാണ്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു ക്യാമറമാൻ ഇപ്പോൾ സ്ഥലത്തില്ല, പോയി. പുതിയ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും
ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ക്യാമറാമാൻ ജോബ് വേക്കൻസി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ മെയിലിലോട്ട് അയക്കാം. മെയിലടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചാനൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ ബോട്ടിലുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. എനിക്ക് അയച്ചാൽ മതി സിക്കോഗ്രാഫി, ഞാൻ നോക്കും. അതെ, പപ്പടയിലോട്ട് അയച്ചാൽ മതി, സിക്കോഗ്രാഫി എന്നാലേ ശ്രദ്ധിക്കൂ. ഇൻസ്റ്റാഗ്രാം വഴി ഉണ്ട്, അതിനകത്തോട്ട് അയച്ചാൽ മതി. ദേവ് ചേച്ചി എന്നാ എടുക്കുവാ? ഞാനിവിടെ മാങ്ങ കഴിക്കാൻ നിൽക്കാണ് ഗായ്സ്. അതോട് പൊത്തി തരുമോ? അങ്ങോട്ട് ഓ, അത് സബർ ജില്ലയാണ്, എന്നെ കൊണ്ട് ഒതുങ്ങൂല, ഭയങ്കര കട്ടിയാണ് അതിന് തൊലിക്ക്. മാങ്ങ ചെത്തി കഴിഞ്ഞു ഗൈസ്, ഇനിയാണ് കടിച്ച് തിന്നണം. എങ്ങനെ അറിയാം? മധുരം. ചേച്ചിന്റെ ബീട്രൂട്ട് ലിബാം ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ബീട്രൂട്ട് ലിബാം ഉണ്ടാക്കി ഗൈസ്, ചെറുതായിട്ട് കടക്കുമ്പോ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിട്ട്. എന്റെ പണ്ടത്തെ ഒരു പേപ്പർ സോപ്പിന്റെ കവറായിരുന്നു. എന്തോ ഒരു ലിപ്പ ബാസ്ലിന് ചേർത്തുണ്ട്, അതാണത്. ജസ്റ്റ് കളർ ഉണ്ടാവാനോ? എനിക്ക് കൂടുതൽ ഇവിടെ ഉണ്ടാവുക ഈ ടേബിളിന്റെ അടിയിൽ ഉണ്ടാവും. അവിടെ എഡിറ്റ് ചെയ്യുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ സ്ക്രിപ്റ്റ് എഴുതുന്നൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. ലാപ്ടോപ്പിൽ എഴുത്തൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഉണ്ടാവും ഇവിടെ അടുത്ത്, കാലിൻ്റെ അടുത്ത് അവിടെ ഉണ്ടാവും. ഞാനിങ്ങനെ രസമാണ്. ഞാൻ അങ്ങനെ തണുപ്പ് മഴയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ കാല് വെക്കും. ഞാൻ നിക്കിൻ്റെ എനിക്കിങ്ങനെ എൻ്റെ കാലുമേക്ക് ഇങ്ങനെ തല വെച്ചിട്ട് എനിക്കിങ്ങനെ കിടന്ന് നോക്കും. എൻ്റെ കാലിന് തണുപ്പ് മാറും. എനിക്ക് നല്ല രോഗമായതുകൊണ്ട് കമ്പിളി പുതപ്പ് വെച്ച വരികയാണ് കാലിൽ കിടക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം രാത്രിയായി. ഞാൻ മാങ്ങയൊക്കെ തിന്ന്, മീൻസ് ഓവറായിട്ട് വിശക്കണമില്ല, എന്നാൽ ഒന്നും തിന്നാതിരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ മാങ്ങ കഴിച്ചു ഗൈസ്. പിന്നെ അമ്മ ചട്ടിച്ചോറ് കുറച്ച് ഉരുട്ടി തന്നു എനിക്ക്, മറ്റേ അച്ചാറുണ്ടാക്കിയ ചട്ടിച്ചോറ്. അപ്പം ഞാൻ ഫിസിക്സ് പഠിച്ചതിന് കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങിയേക്കാണ് ഗൈസ്. അപ്പം നമ്മൾ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതിപ്പം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാളെ റിസൾട്ട് വരും ഗൈസ്, എൻ്റെ ഇലക്ഷൻ്റെ. അത് ഞാൻ എന്തായാലും ഒരു വ്ളോഗിൽ പറയണതാണ്. തോറ്റാലും ജയിച്ചാലും പറയണതാണ് ഗൈസ്. തോറ്റാലും തോക്കും അതെന്താണ്, അപ്പം അത് നമ്മൾ വ്ളോഗ് എടുക്കണതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തണം ഗൈസ്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.